പെരുമ്പളം പാലം ഉദ്ഘാടനം ഫേസ്ബുക്കിൽ ലൈവിൽ പങ്കുവെച്ച് മുൻ മന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ ജി സുധാകരൻ. മന്ത്രി മുഹമ്മദ് റിയാസ് ക്ഷണിച്ചിരുന്നെങ്കിലും ഉദ്ഘാടന ചടങ്ങിൽ ജി സുധാകരൻ നേരിട്ട് പങ്കെടുക്കുന്നില്ല. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ജി സുധാകരൻ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുകയാണ്. മാത്രമല്ല, പെരുമ്പളം പാലത്തിന് മുൻപും താൻ ഇടപെട്ട് നടത്തിയിട്ടുള്ള പല വികസന പരിപാടികളിലും അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ അവഗണിച്ചു എന്ന ആക്ഷേപം 24-ന് നൽകിയ അഭിമുഖത്തിലൊക്കെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ജി സുധാകരന് ക്ഷണമുണ്ടായിരുന്നു, പക്ഷെ നേരിട്ടെത്തുന്നില്ല എന്നാണല്ലോ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? GK മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിക്ക് പുറത്തേക്ക് പോയതിനു ശേഷം ജി സുധാകരൻ ആദ്യമായാണ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യമായി ഇടുന്നത്. അത് പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. PRD നൽകുന്ന ഔട്ടാണ് അദ്ദേഹം സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, മുഖ്യമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊപ്പം ഇതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് വീഡിയോയ്ക്കൊപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഒരു പരിപാടിയിലും തന്നെ ക്ഷണിക്കുന്നില്ല എന്ന പരിഭവവും പരാതിയുമൊക്കെ അദ്ദേഹം ആ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന നോട്ടീസിലും പോസ്റ്ററുകളിലുമെല്ലാം ജി സുധാകരന്റെ ഫോട്ടോ പ്രാധാന്യത്തോടു കൂടി നൽകി ആ ഒരു പരാതി പരിഹരിക്കാൻ ശ്രമിച്ചത്. ഇന്ന് രാവിലെ ആലപ്പുഴയിലെത്തിയ മന്ത്രി PM മുഹമ്മദ് റിയാസ് ജി സുധാകരനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കാലിന് ഇപ്പോഴും നടക്കാൻ കഴിയുന്ന സാഹചര്യമല്ലാത്തതിനാൽ വരാനാവില്ല എന്ന മറുപടി അദ്ദേഹം ഇന്നും ആവർത്തിച്ചു. എന്തായാലും അതിന് പിന്നാലെയാണ് ഈ പെരുമ്പളം പാലത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹം ഈ പോസ്റ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി വിളിച്ചപ്പോഴും വരാനാവില്ല, എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന മറുപടിയായിരുന്നു ജി സുധാകരൻ നൽകിയത്. നിലവിൽ ഇപ്പോൾ ഈ വീഡിയോ പങ്കുവച്ചെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ നിലപാടുകളിൽ എടുത്ത തീരുമാനങ്ങളിലൊന്നും യാതൊരു മാറ്റവുമില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മെമ്പർഷിപ്പ് പുതുക്കില്ല, ഒപ്പം പാർട്ടി അനുഭാവിയായി തുടരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ പോസ്റ്റ് പങ്കുവെച്ച് പാലം ഉദ്ഘാടനത്തിന് ആശംസകൾ നേർന്നിരിക്കുകയാണ് ജി സുധാകരൻ. GK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.